ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റുള്ള ബ്രോസ്റ്റഡ് ചിക്കനാണ്. നമ്മൾ KFC ഒക്കെ കഴിക്കുന്ന അതേ രുചിയിലുള്ള ഒരു ഫ്രൈഡ് ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്രൈഡ് ചിക്കനാണ്. നിങ്ങൾക്ക് ചിക്കൻ ബ്രോസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കണമെന്ന്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ചിക്കൻ്റെ കുറച്ച് ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചിക്കൻ്റെ പീസ് എടുക്കുക. അപ്പോൾ ഇത് നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഒന്ന് ഇങ്ങനെ വരിഞ്ഞു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ചിക്കനൊക്കെ വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. നമുക്കിതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. പാല് ചേർത്തതിന് ശേഷം 2 ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. സുർക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ടെടുത്തതാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയാണ്, ചില്ലി പൗഡർ. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്തിട്ട് ചിക്കനിലേക്ക് ഒന്ന് യോജിപ്പിക്കണം. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. കൈകൊണ്ട് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് പുറത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള വിനാഗിരിയും പാലൊന്ന് യോജിച്ചിട്ട് ഒരു ബട്ടർ മിൽക്കായിട്ട് കിട്ടണം. അപ്പോൾ ആ ഒരു സമയം നമ്മൾ പുറത്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിൻ്റെ അളവ് കൂട്ടാം. അപ്പോൾ നമ്മളിങ്ങനെ മിൽക്കിൻ്റെ മിക്സിൽ ഇങ്ങനെ ചിക്കൻ സോക്ക് ചെയ്യുന്ന എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും നല്ല ടെൻഡറായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും നമ്മൾ ചിക്കന്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് 10 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ചിക്കൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് 4-5 മണിക്കൂറായി. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിലോട്ട് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഐസ് വാട്ടർ നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള മൈദപ്പൊടിക്കൊന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാൻ അരിപ്പയിലോട്ട് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് കുറച്ചൊന്ന് തട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യമുള്ള ഞാനൊരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കാം. നല്ലോണം എല്ലായിടത്തൊന്ന് യോജിക്കേണ്ട വരെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഇതിൽ നിന്നൊരു 1/4 കപ്പ് നമുക്ക് മൈദപ്പൊടി മാറ്റി വെക്കണം. നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് 1 എഗ്ഗ് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം ഫോർക്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടത് 1 ടീസ്പൂൺ ചില്ലി സോസാണ്, അത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് ചില്ലി സോസും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കണം. അതൊന്ന് മിക്സാക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഐസ് വാട്ടർ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു ബാറ്ററിൻ്റെ പരുവത്തിലാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ഐസ് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സ്മൂത്ത് ബാറ്റർ ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മൾ പഴംപൊരിൻ്റെ മാവൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കൂലേ, ആ രീതിയിലെങ്കാട്ടി കുറച്ചും കൂടി ലൂസിൽ വേണം. അധികം തിക്കിലും അധികം ലൂസായിട്ട് പോകരുത്. ആ രീതിയിൽ നിങ്ങളാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. ഇതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് എങ്ങനെ ചിക്കൻ ബ്രോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടിൻ്റെ കൂട്ട് നമുക്ക് ട്രൈലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണേ തൊട്ട് മുന്നേ മാത്രമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയതും പിന്നെ നമ്മൾ മൈദൻ്റെ കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്തില്ലേ, അത് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന തൊട്ട് മുന്നേ മാത്രമേ ഉണ്ടാക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബാറ്ററിൽ നല്ലോണം ഒന്ന് മുക്കിയിട്ടെടുക്കുക. നമ്മൾ പഴംപൊരിയൊക്കെ മുക്കിയിട്ട് എടുക്കില്ല, അതേപോലെ തന്നെ. അപ്പോൾ നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ നല്ലോണം ഇതുപോലെ മുക്കിയിട്ട് എടുത്തതിന് ശേഷം നമുക്കിത് പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ടെടുത്ത പാടെ കൈ കൊണ്ട് പൊടി ആക്കി കൊടുക്കരുത്. നമ്മൾ കൈമേൽ നനവുള്ളതുകൊണ്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ സ്പൂൺ കൊണ്ട് ഇതിങ്ങനെ കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് കൈ കൊണ്ട് പിന്നെ തിരുമ്മിയിട്ട് പൊടി എല്ലായിടത്തും ആക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ വെറ്റായതുകൊണ്ട് ഈ മൈദപ്പൊടിയൊക്കെ ഈ ചിക്കനിൽ പിടിക്കും. അപ്പോൾ ആ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഇങ്ങനെ തിരുമ്മി കൊടുക്കുക. നല്ലോണം ഒന്ന് എല്ലായിടത്തും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും നനവ് പുറത്ത് കാണരുത്. അപ്പോൾ നനവുള്ള ഭാഗത്തൊക്കെ മൈദപ്പൊടി ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ മൈദപ്പൊടി കവർ ചെയ്ത് കിട്ടണം. അപ്പോഴാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ഫ്ലേക്കി ആയിട്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഇഷ്ടമുള്ളെങ്കിൽ അങ്ങനെ എടുത്തിട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ നല്ലോണം മൈദപ്പൊടി എല്ലായിടത്തും ആക്കി കൊടുക്കുക. ഇതുപോലെ മൈദപ്പൊടി എല്ലായിടത്തും ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് നോക്കുക. എന്നിട്ട് എവിടെയെങ്കിലും ആവാത്ത ഭാഗം ഉണ്ടെങ്കിൽ അവിടെ ഒന്നും കൂടി കൈകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതേപോലെ പ്രസ് ചെയ്തിട്ട് പൊടി അവിടെ ആക്കി കൊടുക്കുക. എന്നിട്ട് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. കംപ്ലീറ്റ് തട്ടരുതിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് മെല്ലെ തട്ടി കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടായി കിടക്കുകയാണ്. ഇടുന്ന സമയത്ത് നല്ല ഓയിൽ ചൂടുണ്ടായിരിക്കണം കേട്ടോ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഡീപ്പ് ഫ്രൈ വേണം ചെയ്യാനായിട്ട്. നല്ല മുങ്ങിയിട്ട് നമുക്ക് പൊരിച്ചിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു ഭാഗം ആയതിന് ശേഷം തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കുക. എന്നാലാണ് ചിക്കനൊക്കെ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വാങ്ങുമ്പോൾ വലിയ സൈസിലുള്ള ചിക്കൻ എടുക്കരുത് കേട്ടോ. കുറച്ച് തൂക്കം കുറഞ്ഞ ഇളയ ടൈപ്പ് ചിക്കൻ വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റുള്ള ബ്രോസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വേഗം തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ചിക്കൻ ഉൾഭാഗമൊക്കെ വെന്ത് പുറം ഭാഗമൊക്കെ മൊരിഞ്ഞ് വരുന്നവരെ നമുക്ക് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പുറം ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല ഫ്ലേക്കി ആയിട്ട് വന്നിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ ചിക്കനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ ബാക്കി നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എണ്ണയിലിട്ടിട്ട് നിങ്ങൾക്കൊരു സമയത്ത് എത്ര പീസ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമോ അത്ര പീസ് മാത്രമേ ഇതുപോലെ ബാറ്ററിൽ മുക്കിയിട്ട് പൊടിയിൽ കോട്ട് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഫുള്ളും ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം രണ്ടാമത് ഇതുപോലെ നമുക്ക് ബാറ്ററിൽ മുക്കി പൊടിയിൽ ഇങ്ങനെ എല്ലാം കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒന്നിച്ച് ചെയ്ത് വെക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കനെല്ലാം നനഞ്ഞ് കുതിർന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന പീസ് മാത്രം ഇതേപോലെ പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ചൂടാക്കി എടുക്കുന്ന എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എപ്പോഴും നല്ല ഡീപ് ഫ്രൈ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കംപ്ലീറ്റ് നമുക്കിതുപോലെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ച് മറിച്ചിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ചിക്കൻ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അത്ര നല്ല ടേസ്റ്റുള്ള ഫ്രൈഡ് ചിക്കനാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ റെസിപ്പിയൊക്കെ ഫാമിലിയും ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.